നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ലോട്ടറി ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നതും പ്രോബബിലിറ്റിയും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി ഇവിടെ here we will consider the case of insurance. Suppose that an individual initially has $35,000 worth of assets, but there is possibility that he may lose 10,000 rupees. For example, his car may be stolen or storm may damage his house. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഉദാഹരണത്തിൽ ഇൻഷുറൻസിൻ്റെ കേസാണ് പറയുന്നത്. മറ്റേത് നമ്മൾ ഗാംബ്ലിങ്ങിൻ്റെ ലോട്ടറിയാണ് പറഞ്ഞത്. ഇവിടെ here we will consider the case of insurance. Suppose that an individual initially has $35,000 worth of assets, but there is a possibility that he may lose $10,000. ഇനി അയാളുടെ $35,000 ഉണ്ടെങ്കിലും അവിടെ ഒരു റിസ്കിനുള്ള സാധ്യതയുണ്ട്. അതാണ് പറയുന്നത് അയാൾക്ക് $10,000 നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഹിസ് കാർ മേ ബി സ്റ്റോളൻ. എന്താണ് അയാളുടെ കാർ ചിലപ്പോൾ മോഷണം പോകാം. ഓർ സ്റ്റോം മേ ഡാമേജ് ഹിസ് ഹൗസ്. എന്തെങ്കിലും കൊടുങ്കാറ്റുണ്ട് അയാളുടെ വീട് നശിക്കാം. Suppose that the probability of this event happening is P is equal to 0.01. ഇത് ഹാപ്പൻ ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.01 ആണ്. Then the probability distribution the person is facing is a 1% probability of having $25,000 of assets and a 99% probability of having $35,000. അപ്പോൾ എന്താണ് അയാൾക്ക് നഷ്ടം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത 1%, നഷ്ടം ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത 99%. ഇനി ഇൻഷുറൻസ് എന്താണ് ഓഫർ ചെയ്യുന്നത്? ഇൻഷുറൻസ് ഓഫേഴ്സ് എ വേ ടു ചേഞ്ച് ദിസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ച് ചെയ്യാനൊരു ഓഫറാണ് കൊടുക്കുന്നത്. സപ്പോസ് ദാറ്റ് ദർ ഈസ് ആൻ ഇൻഷുറൻസ് കോൺട്രാക്ട് ദാറ്റ് വിൽ പേ ദ പേഴ്സൺ $100 if the loss occurs in exchange for $1 premium. $1 കൊടുക്കുമ്പോൾ ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റാണ് പറയുന്നത്. $1 തുല്യമായിട്ടുള്ള പ്രീമിയം കൊടുത്താൽ $100 തുല്യമായിട്ടുള്ള പണം അവർ തിരികെ കൊടുക്കും ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. ഓഫ് കോഴ്സ് ദ പ്രീമിയം മസ്റ്റ് ബി പെയ്ഡ് വെദർ ഓർ നോട്ട് ദ ലോസ് ഓക്കേഴ്സ്. അപ്പോൾ ലോസ് എന്ന് പറയുന്നത് ഉണ്ടായാലും ഇല്ലെങ്കിലും പ്രീമിയം കൊടുക്കണം. അതാണ് ഇൻഷുറൻസ് കോൺട്രാക്റ്റ്. If the person decides to purchase $10,000 of insurance, it will cost him $100. അപ്പോൾ 10,000 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള ഇൻഷുറൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ആ വ്യക്തി എന്ത് കൊടുക്കണം? $100 പ്രീമിയമായിട്ട് കൊടുക്കണം. In this case, he will have a 1% chance of having $34,900. അതായത് എന്താണ് 1% അയാൾക്ക് $34,900 ഉണ്ടായിരിക്കാനുള്ള ചാൻസ്. അതായത് പറയുന്നത് അയാൾ എന്ത് ചെയ്യണം? $100 തുല്യമായിട്ടുള്ള ഇൻഷുറൻസ് എടുക്കുന്നു. അയാളുടെ കയ്യിൽ ഓൾറെഡി $35,000 അസറ്റ് ഉണ്ട്. അതിൽ നിന്ന് 10,000 നഷ്ടം വരുവാണെങ്കിലാണ് ഇൻഷുറൻസ് കമ്പനി 10,000 രൂപ ക്ലെയിം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് 34,900 ഉണ്ടാകാനായിട്ടുള്ള ചാൻസ്. അതോടെ പറയുന്നു 35,000 നിന്ന് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ 10,000 രൂപ പോകും. 10,000 നിന്ന് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത് കൊണ്ട് ഇൻഷുറൻസിൻ്റെ $100 അതിൽ നിന്ന് കുറയ്ക്കും. അതിൽ നിന്ന് വീണ്ടും 10,000 രൂപ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന 10,000 രൂപ. അപ്പോൾ എല്ലാം കൂടെ കൂട്ടും. 35,000 നിന്ന് ലോസ് 10,000 കുറച്ചപ്പോൾ 25,000 നിന്ന് വീണ്ടും അവർ ഇൻഷുറൻസ് പ്രീമിയം അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി തിരിച്ചു കൊടുത്ത പണം 10,000 രൂപ. ഇനി അത് എടുത്തതിനുള്ള ഇൻഷുറൻസ് പ്രീമിയം $100. ഇതെല്ലാം കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ നമുക്ക് കിട്ടുന്ന 34,900. അപ്പോൾ നഷ്ടം ഉണ്ടായാൽ അവർക്ക് 34,900 രൂപ കയ്യിൽ ഉണ്ടാകും. ഇനി നഷ്ടം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? 99%, 99%ഉം
എന്താണ് ഉണ്ടാകാതിരിക്കാനുള്ള ചാൻസാണ്, അതായത് ലോസ് സംഭവിക്കാതിരിക്കാനുള്ള ചാൻസാണ്. അപ്പോൾ അവിടെയും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 35,000 നിന്ന് $100 മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ. അപ്പം 34,900. അത് $100 എന്ന് പറയുന്നത് ഇൻഷുറൻസ് പ്രീമിയമാണ്. അപ്പോൾ ദസ് ദ കൺസ്യൂമർ എൻഡ്സ് അപ്പ് വിത്ത് ദ സെയിം വെൽത്ത് നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്. എന്ത് സംഭവിച്ചാലും കൺസ്യൂമറിന് സെയിം വെൽത്ത് തന്നെ നിലനിർത്താനായിട്ട് സാധിക്കും. ഹി ഈസ് നൗ ഫുള്ളി ഇൻഷുർഡ് അഗൈൻസ്റ്റ് ലോസ്. ഇവിടെ അദ്ദേഹം ലോസിനെ ഫുള്ളി ഇൻഷുർ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു ജനറലി നമ്മൾ പറയുമ്പോൾ ഇഫ് ദ പേഴ്സൺ പർച്ചേസസ് $K ഓഫ് ഇൻഷുറൻസ്, അതായത് ഇൻഷുറൻസ് $K ഇൻഷുറൻസ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഹി ഹാസ് ടു പേ എ പ്രീമിയം ഓഫ് ഗാമ ഇൻറ്റു K, അതായത് ദെൻ ഹി വിൽ ഫേസ് ദ ഗ്യാമ്പിൾ. അവിടെ ഗാമ എന്ന് ഉദ്ദേശിക്കുന്ന പെർസെൻറ്റേജ് ഓഫ്, അതായത് 10,000-ൻ്റെ എത്ര ശതമാനമാണ്. ഇപ്പോൾ $K തുല്യമായിട്ടുള്ള ഇൻഷുറൻസ് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ എത്ര പെർസെൻറ്റേജാണ് നമ്മൾ പ്രീമിയമായിട്ട് കൊടുക്കുക, അതാണ് പറയുന്നത്. അപ്പോൾ RK എന്ന് പറയുന്നത് എന്താണ്, പെർസെൻറ്റേജ്, അതായത് ഫ്രാക്ഷൻ ഓഫ് എന്താണ് ടോട്ടൽ വാല്യൂ ഓഫ് ഇൻഷുറൻസ്. ദെൻ ഹി വിൽ ഫേസ് ദ ഗ്യാമ്പിൾ. പ്രോബബിലിറ്റി 0.1 ഓഫ് ഗെറ്റിംഗ് $25,000 എന്ന് പറയുന്നത് 25,000 പ്ലസ് എന്താണ് K മൈനസ് RK. അതായത് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയാണ് 0.01%. അപ്പോൾ എന്താണ് $35,000 എന്നുള്ളത് എത്രയായിട്ട് മാറും, $25,000 മാറും. അതിൻ്റെ കൂടെ അവർ ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ പറയുന്ന എമൗണ്ട് എത്രയാണോ അതാണ് K എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഇൻഷുറൻസ് പ്രീമിയം കുറയ്ക്കുന്നു. അപ്പോൾ കിട്ടുന്നതാണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അതായത് പ്രോബബിലിറ്റി 0.1 ഓഫ് ഗെറ്റിംഗ് $25,000 പ്ലസ് K മൈനസ് RK എന്ന് പറയുന്നത്. ഇവിടെ R എന്ന് പറയുന്നത് ഗാമയാണ്, ഗ്രീക്ക് ലെറ്റർ ഗാമയാണ്. അതായത് ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ ഇൻഷുറൻസ് കോൺട്രാക്റ്റ് എമൗണ്ട് ആസ് ഇൻഷുറൻസ് പ്രീമിയം. ഇതാണ് ഗാമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് 99% ഓഫ് ഗെറ്റിംഗ് $35,000 മൈനസ് RK എന്ന് പറയുന്ന പ്രീമിയം എമൗണ്ട് മാത്രം കൊടുക്കുക. അതായത് നഷ്ടം സംഭവിക്കാതിരിക്കാനുള്ള ചാൻസാണ് അവിടെ പറയുന്നത്. അതിൻ്റെ ഒരു ജനറൽ ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി വാട്ട് കൈൻഡ് ഓഫ് ഇൻഷുറൻസ് വിൽ ദിസ് പേഴ്സൺ ചൂസ്? ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെയുള്ള ഇൻഷുറൻസ് ആണ് ഒരു പേഴ്സൺ ചൂസ് ചെയ്യുക? വെൽ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് പ്രിഫറൻസസ്. അദ്ദേഹത്തിൻ്റെ പ്രിഫറൻസിനെ ആശ്രയിച്ചിരിക്കും. ഹി മൈറ്റ് ബി വെരി കൺസർവേറ്റീവ് ആൻഡ് ചൂസ് ടു പർച്ചേസ് എ ലോട്ട് ഓഫ് ഇൻഷുറൻസ്. അപ്പോൾ ഓർ ഹി മൈറ്റ് ലൈക്ക് ടു ടേക്ക് റിസ്ക് ആൻഡ് നോട്ട് പർച്ചേസ് എനി ഇൻഷുറൻസ് അറ്റ് ഓൾ. അതായത് ഒന്നില്ലെങ്കിൽ അയാൾ കൺസർവേറ്റീവാണ്, അയാൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു, അങ്ങനെ റിസ്ക് അവോയ്ഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ അയാൾ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാകുന്നു, ഇൻഷുറൻസ് പോളിസി വാങ്ങിക്കുന്നില്ല. പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് പ്രിഫറൻസസ് ഓവർ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഇൻ ദ സെയിം വേ ദാറ്റ് ദേ ഹാവ് ഡിഫറെൻറ്റ് പ്രിഫറൻസസ് ഓവർ കൺസംഷൻ ഓഫ് ഓർഡിനറി ഗുഡ്സ്. ഓർഡിനറി ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്നതിൽ ഡിഫറെൻറ്റ് പ്രിഫറൻസസ് ഡിഫറെൻറ്റ് പീപ്പിളിനുള്ളതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലും ജനങ്ങൾ ആ സെയിം വേയിലാണ് റെസ്പോണ്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇൻ ഫാക്ട് one very fruitful way to look at decision making under uncertainty is just to think of the money available under different circumstances as different goods. ഇത് യാഥാർത്ഥ്യം നമ്മൾ പറയുകയാണെങ്കിൽ വൺ വെരി ഫ്രൂട്ട്ഫുൾ വേ ടു ലുക്ക് അറ്റ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടൻറ്റി, അതായത് അൺസർട്ടൻറ്റിയുടെ സിറ്റുവേഷനിൽ ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത് is just to think of the money available under the different circumstances as different goods. different circumstances നമ്മളെങ്ങനെ പർച്ചേസ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ഇവിടെ അൺസർട്ടൻറ്റിയുടെ കേസിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ $1,000 ആഫ്റ്റർ എ ലാർജ് ലോസ് ഹാസ് ഒക്കേർഡ് മേ മീൻ എ വെരി ഡിഫറെൻറ്റ് തിങ്
thing from $1,000 when it has not. അതായത് ഒരു വലിയ നഷ്ടം സംഭവിച്ചിട്ടിരിക്കുന്ന ആൾക്ക് $1,000 കിട്ടുന്നതും ഇനി നഷ്ടം സംഭവിക്കാത്ത ആൾക്ക് $1,000 കിട്ടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓഫ് കോഴ്സ് വി ഡോണ്ട് ഹാവ് ടു അപ്ലൈ ദിസ് ഐഡിയ ജസ്റ്റ് ടു മണി. അതുകൊണ്ട് നമുക്ക് എന്താണ് മണിയിലേക്ക് ഇതിനെ നമുക്ക് ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ an ice cream cone if it happens to be hot and sunny tomorrow is a very different good from an ice cream cone if it is rainy and cold. ഒരു ഐസ്ക്രീം നമുക്ക് നല്ല വെയിലുള്ള ദിവസം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് ആയിരിക്കത്തില്ല വളരെ മഴയുള്ളൊരു ദിവസം നമുക്ക് ഐസ്ക്രീം കിട്ടുന്നത്. ഇൻ ജനറൽ കൺസംഷൻ ഗുഡ്സ് വിൽ ബി ഓഫ് ഡിഫറെൻറ്റ് വാല്യൂ ടു എ പേഴ്സൺ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സർക്കംസ്റ്റൻസസ് അണ്ടർ വിച്ച് ദേ ബിക്കം അവൈലബിൾ. എപ്പോഴാണ് നമുക്ക് ഈ ഗുഡ് കിട്ടുന്നത് എന്നുള്ള സർക്കംസ്റ്റൻസിനെ ആശ്രയിച്ചിരിക്കും നമുക്ക് ആ ഗുഡിൽ നിന്ന് കിട്ടുന്ന വാല്യൂ എന്നാണ് പറയുന്നത്. Let us think of the different outcomes of some random event as being different states of nature. അപ്പോൾ ഡിഫറെൻ്റ് ഔട്ട്കംസ് ഓഫ് സം റാൻഡം ഇവൻറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ ആണ്. ഇൻ ദ ഇൻഷുറൻസ് എക്സാമ്പിൾ ഗിവൺ എബോവ് ദെയർ വെയർ 2 സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ. 2 സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറാണ് ഉണ്ടായിരുന്നത്. ദ ലോസ് ഒക്കേഴ്സ് ഓർ ഇറ്റ് ഡസ് നോട്ട് ഒക്കർ. ലോസ് ഒക്കർ ചെയ്യുന്നതും ലോസ് ഒക്കർ ചെയ്യാത്തതും. ഇവിടെ ബട്ട് ഇൻ ജനറൽ ദെയർ കുഡ് ബി മെനി ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ. അവിടെ എന്തുണ്ടാകാം, പല സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ ഉണ്ടാകാം. വി ക്യാൻ ദെൻ തിങ്ക് ഓഫ് എ കണ്ടിൻജൻറ്റ് കൺസംഷൻ പ്ലാൻ ആസ് ബീയിങ് എ സ്പെസിഫിക്കേഷൻ ഓഫ് വാട്ട് വിൽ ബി കൺസ്യൂംഡ് ഇൻ ഈച്ച് ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ. അപ്പോൾ ഒരു കണ്ടിൻജൻറ്റ് കൺസംഷൻ പ്ലാനിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ വാട്ട് വിൽ ബി കൺസ്യൂംഡ് ഇൻ ഈച്ച് ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ. ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ നമ്മൾ എന്താണ് കൺസ്യൂം ചെയ്യുക, ഈച്ച് ഡിഫറെൻറ്റ് ഔട്ട്കം ഓഫ് ദ റാൻഡം പ്രോസസ്സ്. ഇനി കണ്ടിൻജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിൻജൻറ്റ് മീൻസ് ഡിപ്പെൻഡിങ് ഓൺ സംതിങ് നോട്ട് എറ്റ് സർട്ടൻ അല്ലാത്ത എന്തെങ്കിലും കാര്യത്തെപ്പറ്റി പറയുന്നതിനാണ് കണ്ടിൻജൻറ്റ് എന്ന് പറയുക. സോ എ കണ്ടിൻജൻറ്റ് കൺസംഷൻ പ്ലാൻ മീൻസ് എ പ്ലാൻ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഔട്ട്കം ഓഫ് സം ഇവൻറ്റ്. അപ്പോൾ 2 ഔട്ട്കംസ്, ഒന്നോ അതിലധികമോ ഔട്ട്കംസ് ഉള്ള പ്ലാനിനെയാണ് നമ്മൾ കണ്ടിൻജൻറ്റ് കൺസംഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ഇൻഷുറൻസ് പർച്ചേസസിൻ്റെ കേസിലാണെങ്കിൽ കണ്ടിൻജൻറ്റ് കൺസംഷൻ വാസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ടേംസ് ഓഫ് ദി ഇൻഷുറൻസ് കോൺട്രാക്റ്റ്. അതായത് ഇൻഷുറൻസ് പർച്ചേസസുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ കണ്ടിൻജൻറ്റ് കൺസംഷൻ എന്ന് പറയുന്നത് ടേംസ് ഓഫ് ഇൻഷുറൻസ് കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹൗ മച്ച് മണി യു വുഡ് ഹാവ് ഇഫ് എ ലോസ് ഒക്കേർഡ് ആൻഡ് ഹൗ മച്ച് യു വുഡ് ഹാവ് ഇഫ് ഇറ്റ് ഡിഡിൻറ്റ്. അതായത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ നമ്മുടെ കയ്യിൽ കാണും, ലോസ് ഉണ്ടാവുകയാണെങ്കിൽ എത്ര രൂപ നമ്മുടെ കയ്യിൽ കാണും, ലോസ് ഉണ്ടായില്ലെങ്കിൽ എത്ര രൂപ കാണും. In the case of rainy and sunny days, the contingent consumption would just be the plan of what would be consumed given the various outcomes of the weather. അതായത് സണ്ണി ആൻഡ് റെയിനി ഡേയ്സിൽ contingent consumption would just be the plan of what would be consumed given the various outcomes of the weather.